അങ്ങനെ നമ്മൾ സിംഗപ്പൂർ സീരീസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് 4th ഡേ ആണ്. നമ്മൾ ഹോട്ടൽ ഓൾറെഡി ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ലഗേജ് അവിടെ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. താഴെ തന്നെ ലഗേജ് ഒരു ലോക്ക്ഡ് റൂമുണ്ട്. അപ്പോൾ ആ റൂമിലോ അല്ലെങ്കിൽ അവർ അത് കീപ്പ് ചെയ്യും. നമുക്ക് ഈവനിങ്ങാണ് നമ്മൾ പിന്നെ തിരിച്ചു വരുള്ളൂ. ഒരു 6 മണിയോട് കൂട്ടിയിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്ന് അവിടുന്ന് വീണ്ടും നമുക്ക് എയർപോർട്ട് പിക്കപ്പിന് വണ്ടി വരും. അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ ലഗേജൊക്കെ അവിടെ വെച്ച് നമ്മൾ രാവിലെ തന്നെ അവരയച്ച വണ്ടിയിൽ കയറി സെൻതോസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതാണ് മെയിൻ ഇന്നത്തെ അട്രാക്ഷൻസ് എന്ന് പറയണത്. കേബിൾ കാർ റൈഡ് ഉണ്ട്, അതേപോലെ കുഞ്ഞു ചെറിയ കാര്യങ്ങൾ. മെയിനായിട്ടുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോലെയൊക്കെ നമ്മൾ കഴിഞ്ഞല്ലോ. അതേ മോണോറെയിൽ ഫെസിലിറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോണേ. ഇവിടുന്ന് യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രെയിൻ കയറണം. റിസോർട്ട്സ് വേൾഡ് സ്റ്റേഷൻ. ഇവിടെ റിസോർട്ട് ഉണ്ടോ? ഇല്ല, എല്ലാ റിസോർട്ട് തന്നെയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് കേബിൾ കാർ റൈഡിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇമ്പയ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ആ സ്റ്റേഷനിലാണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്നു. ആരും ഹെൽപ്പിനൊന്നും ഉണ്ടാവില്ല. വാട്സപ്പ് മെസ്സേജിൽ ഇങ്ങനെ പറയും, ഇന്ന സ്ഥലത്ത് ഇത് പൊക്കോളൂ അങ്ങനെ പറയും. നമ്മളങ്ങനെ ഇന്നത്തേത് നമ്മളുടെ ഇഷ്ടമാണ്. അവരായിട്ട് ഇനി വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ സെന്തോസ ഐലൻഡ് എന്നാണല്ലോ ശരിക്കും പറയണത്. അപ്പോൾ എല്ലാ അട്രാക്ഷൻസും നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പാക്കേജിൽ അതൊന്നും ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രം. അങ്ങനെ പല പാക്കേജുകളുമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. കേബിൾ കാർ സ്റ്റേഷൻ ഫാസ്റ്റ് ആയിട്ട് വരും. എല്ലാവരെയും നടത്തം കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകതയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും സ്വാഭാവികം മാത്രം. കാരണം അത്രയ്ക്ക് നടന്നുണ്ട്. എനിക്ക് മിക്കവാറും എല്ലാ ദിവസവും വാച്ചിൽ 10,000 സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടാറുണ്ട്. കിലോമീറ്റർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നടന്നുണ്ട് ശരിക്കും 4 ദിവസം. നടക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ കാലുവേദന നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ മാക്സിമം പ്ലേസസ് കാണാന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു കയ്യിലുണ്ടാവുന്ന കുറച്ച് സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ മാത്രം റിലാക്സ്ഡ് ആയിട്ട് പോണവർക്ക് അങ്ങനെ പോവാം. പല ആൾക്കാരും പല ടൈപ്പാണല്ലോ. അപ്പോൾ ചിലവർക്ക് ഒരു സ്ഥലത്ത് നമ്മൾ വല്ലപ്പോഴുമാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ പോണത്. അപ്പോൾ മാക്സിമം സ്പെൻഡ് ചെയ്യണം ആ സ്ഥലങ്ങൾ കാണുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, റിലാക്സ്ഡ് ആയിട്ട് പോവാം, അങ്ങനെയുണ്ട്. ഇപ്പം എല്ലാ അഭിപ്രായക്കാരും ഉണ്ടാവുമല്ലോ. അപ്പം ഞങ്ങളുടെ ഈ അനുഭവത്തിൽ പറഞ്ഞത് എനിക്ക് പിന്നീട് മനസ്സിലായത് നമുക്ക് പതുക്കെ കാണുന്നതാണ് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നല്ലതെന്ന് എനിക്ക് പിന്നീട് തോന്നി. അതിന് ആ സൈഡ് വരുമ്പോ നിങ്ങളാവും ഫസ്റ്റ്. പിന്നെന്താ വെളിച്ചം വരട്ടെ. ശരിക്കും ഇവിടെ ക്ലാസ് പറയാമല്ലോ. ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചേ. നടക്കണം. ചേട്ടൻ ചാടുന്നു, ചേട്ടൻ ഓടുന്നു. ഫോട്ടോ എടുത്തോ ശ്രീയേട്ടാ? പണ്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മലമ്പുഴയിൽ ഫാൻറ്റസി പാർക്ക് ഓപ്പൺ ചെയ്യണേ. അന്ന് ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടിരിക്കുന്നത് ഫസ്റ്റ്. റോപ്പ് കാർ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു
ബോക്സ് പോലത്തെ സംഭവമൊന്നുമല്ല അത് കുറച്ച് ഓപ്പൺ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇങ്ങനൊരു കേബിൾ കാറിലൊക്കെ കയറുന്നത് കേട്ടോ. നോക്ക് അവിടെ ഷിപ്പുകൾ. സ്പീഡൊന്നുമില്ല, അല്ല അവിടെ ഒരു കേബിൾ കാർ. അത് വേറെ ആയിരിക്കും. ഇത് സിംഗപ്പൂർ ഫ്ലയറിൽ നമ്മൾ കയറിയില്ല എന്ന് പറഞ്ഞല്ലേ, ഇതിൽ കയറിയപ്പോൾ എനിക്ക് അത് നഷ്ടമായിട്ട് തോന്നിയില്ല. കാരണം ഇത് ഇത്ര സ്പീഡ് പോലും അതിലുണ്ടാവില്ല എന്ന് പറഞ്ഞത്. ഇതിൽ തന്നെ സ്പീഡ് തീരെ ഇല്ലാത്തതുകൊണ്ട് ഒരു 40 മിനിറ്റ്സ് എടുക്കുമല്ലോ നമ്മൾ റൗണ്ട് ട്രിപ്പ് അടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോറിംഗ് ആയിരുന്നു, കുട്ടികളും പറയണ്ടായിരുന്നു. പിന്നെ AC ഉണ്ടായിരുന്നില്ല, കുറച്ച് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്നും പരാതി ഉണ്ടാവില്ല. അതല്ല, നിലം തൊടാൻ പോവാ. പക്ഷെ അതില് നമ്മള് മാത്രം താമസിക്കുന്നു. 13th ഫ്ലോർ 13th റൂം നമ്പർ കണ്ടിന്. ഡാർക്ക് കളർ. വാട്ടർ പാർക്ക് ഉണ്ട്. പോയില്ല. ഡോൾഫിൻ വാട്ടർ പാർക്കിന്റെ ഉള്ളിൽ ആ സ്വിമ്മിംഗ് പൂളിലുള്ള ഡോൾഫിൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡോൾഫിൻ ഷോക്ക് ഉണ്ടാവും ചിലപ്പോ. ഇത് ഏത് വാട്ടർ പാർക്കാണോ പോലെ? അതാണത്. ഏത് മറ്റേ ഇതിന്റെ ഉള്ളിലുള്ളത്? പക്ഷെ വർക്കബിൾ അല്ലല്ലോ. ആണല്ലോ ആൾക്കാര്. അല്ലല്ലോ, അതേ ആൾക്കാരുണ്ട് വേവ് പൂളിലൊക്കെ. നമുക്ക് വണ്ടർലാല് പോയിട്ട് അടിച്ചു വിളിക്കാൻ എത്തുമോ? ഡിസംബറിൽ വണ്ടർല ഇനോഗ്രേറ്റ് ചെയ്യാം. പറഞ്ഞ് മാർച്ച് കഴിഞ്ഞപ്പോ ഏപ്രിൽ മെയ് ജൂൺ അത് കഴിഞ്ഞാ അപ്പോഴേക്കും ആയിക്കോളും. അവിടെ വേറെ ഒരു കേബിൾ കാർ. അവിടെ ഒരു ക്രോസിംഗ് പോയിന്റ് ഉണ്ട്. അല്ല, അവിടെ ഒരു ക്രോസിംഗ് ഉണ്ട് മുകളിൽ, അപ്പുറത്ത് മുകളിൽ. ആ, ഗെറ്റ് റെഡി. അടി കിട്ടും അവരുടെ അടുത്തുനിന്ന്. എന്താണെന്നറിയോ, അമ്മയത് കുട്ടീനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഉപദ്രവിക്കും. ദേ ആ കാണുന്നതും വേറൊരു ടൈപ്പ് കേബിൾ കാറായിരുന്നു. അപ്പോൾ അത് എങ്ങനെ പോകാമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പിന്നീട് അത് മനസ്സിലായത് അടുത്ത സ്റ്റേഷനിൽ പോയാലാണ് അവിടെ കയറാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ 7-Eleven ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ പോകുമ്പോൾ അല്ല കൺവീനിയൻസ് സ്റ്റോർ ആ സ്റ്റോറിൽ പോയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. നല്ല കോസ്റ്റ്ലി എന്നിട്ടും അതെ. ഇതിപ്പോൾ സിംഗപ്പൂർ വന്നിട്ട് എത്രാമത്തെ 7-Eleven കാണണമെന്നറിയില്ല. ഇത് മുക്കിന് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട്, പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ ഇത് മെയിനായിട്ടുള്ള ഒരു സംഭവമാണെന്ന്. ഇവിടെ ഒരു ഓൾമോസ്റ്റ് എല്ലാം ഈറ്റബിൾ ഐറ്റംസ് എല്ലാം കിട്ടും ഫ്രഷ് ആയിട്ട്. ഇത് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കണുണ്ടല്ലേ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും സലാഡ് ഉണ്ടാക്കാനായാലും നൂഡിൽസ് അങ്ങനെ കുറച്ച് നോർമലി നമ്മൾ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റാർബക്സോ അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിക്കുന്നതിനെക്കാട്ടി കുറച്ച് ലാഭമായിട്ട് നമുക്ക് കഴിക്കാം ഇങ്ങനെ നൂഡിൽസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. നിത്യ ഇപ്രാവശ്യം എന്തോ ഒരു കൊറിയൻ റൈസ് കേക്കാണ് എന്തോ വാങ്ങിച്ചേക്കണേ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ടിബോക്കിയോ അങ്ങനെ എന്തോ ആണ്. ടൈഗറിൻ്റെ സ്ട്രൈപ്പ് പോലെ ഉണ്ടാക്കിയത്.
ഡെസേർട്ട് കോഫി. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചല്ലോ. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ മാഡം ടുസേർട്സ് വാക്സ് മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ലോങ് വീഡിയോ ആയിക്കഴിഞ്ഞാൽ അത് എനിക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷം നേരെ എങ്ങോട്ട് പോയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫയർ വർക്ക്സ് ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് വന്ന ആ സ്റ്റേഷനിലേക്ക് പോകും. അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ധൃതിയില്ല. കാര്യം നമുക്ക് വണ്ടി എന്തായാലും ഒരു 6 മണിക്കേ വരുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കാണാം. അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഇറങ്ങി. അവിടെയാണെങ്കിൽ ഈ ഇൻഡോർ സ്കൈ ഡൈവിങ്ങിനുള്ള ഒരു ബിൽഡിങ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഈ കാണുന്നതാണ് ഇൻഡോർ സ്കൈ ഡൈവിങ്. ദുബായിലുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയണത് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ചാർജ് ഭയങ്കര കൂടുതലാട്ടോ. അത് മാത്രമല്ല നമുക്ക് എന്തായിരിക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മളതൊന്നും റിസ്ക് എടുക്കാൻ പോയില്ല. പിന്നെ അതേ നമ്മൾ ആ ലൈറ്റ് ഷോ കണ്ട ആ ബീച്ചാണ്. വലിയ തിരമാലകളൊന്നും ഇല്ലാത്ത വൈറ്റ് സാൻഡ് ബീച്ചാണ്. കുറച്ചൊരു ഏരിയ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ റിസോർട്ട്സാണ് ഫുള്ള്. ആൾക്കാർ വന്ന് താമസിച്ച് ബീച്ചിൽ താമസിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇരുന്ന ആ ഒരു ലൈനിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു നമുക്ക് കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും കാലം നനയ്ക്കാനൊക്കെ പറ്റിയൊരു സംഭവം. പിന്നെ അവിടെ നിന്ന് ആ ഒരു ഏരിയ കുറച്ച് കാണാനുണ്ടായിരുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ഷീണം വരുമല്ലോ, കുറച്ച് റെസ്റ്റ് എടുക്കാം. അതായത് ഇന്ന് ഒരു സൺഡേ ആണ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് നാളെ തൊട്ട് ജോലിക്ക് പോകുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറച്ച് അധികം ഇന്ന് അലയണ്ട എന്ന് തീരുമാനിച്ച് പറ്റണ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടെ കണ്ടു. അന്ന് നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അധികം നേരം അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള വിവോസിറ്റി മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ മോണോറയിൽ തന്നെ കയറി കഴിഞ്ഞാൽ ഈ മോളിൻ്റെ ഉള്ളിലാണ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടെ നമ്മളെ കൊണ്ട് ഇറക്കും. അവിടെ നിന്ന് കാലെടുത്ത് വെക്കുന്നത് മോളിലേക്കാന്ന് പറഞ്ഞ പോലെയാണ്, നമ്മുടെ ലുലു മോളൊക്കെ പോലെ കൊച്ചിയിലത്തെ. അപ്പോൾ അവിടെ ഒന്ന് പോയി കാണണമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു. ഇവിടെയും AC ഉണ്ടെന്നുള്ളൊരു ഗുണമുള്ളൂ, നടക്കാനുള്ളത് നമ്മൾ തന്നെ നടക്കണം. അങ്ങനെ എല്ലാ ഫ്ലോറിലുമൊക്കെ ഒന്ന് കറങ്ങി. അവിടെ ഉണ്ടായിരുന്നു 7-Eleven പിന്നെ ലെൻസ് കാർട്ട്, നമുക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സാൻഡ്വിച്ചൊക്കെ സൂപ്പറാണ്. വേണമെങ്കിൽ വാങ്ങിച്ച് കൈ പിടിക്കാം, പക്ഷേ ഇപ്പം ചൂടാക്കാം സ്ഥലമല്ലേ. 7-Eleven കയറിയിട്ട് ഈ ഒരു ഡോണറ്റിൻ്റെ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയണത് ഫുള്ള് ആ ഒരു ഷിപ്പ് വരുന്ന ഒരു ഏരിയ ആണല്ലോ, പോലത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മോളിൻ്റെ താഴെ ഭാഗത്ത് ഈ മലേഷ്യയിലേക്ക് പിന്നെ ഇന്തോനേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ക്രൂയിസുകളുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് തന്നെ കയറാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ ആൾക്കാർ പെട്ടിയും ലഗേജും ഒക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ആദ്യം എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നോക്കിയപ്പോൾ മനസ്സിലായി അവർ ഈ ക്രൂയിസിൽ ഉള്ള അവിടെ ഈ എയർപോർട്ടിൻ്റെ അതേ സെറ്റപ്പാണ് കേട്ടോ. അതായത് ഇമിഗ്രേഷൻ എല്ലാ കാര്യങ്ങളും ലഗേജ് ചെക്കപ്പ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ടതിന് ശേഷം മുകളിൽ വന്ന് അവിടുത്തെ ഫുഡ് കോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ ഫീനിക്സ് മോളിലോ ലുലു മോളിലോ പോയി കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് നമ്മൾ വിടില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഓൾമോസ്റ്റ് എല്ലാം മീറ്റ് വെജ് ഓപ്ഷൻസേ ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ചു രാത്രി ഡിന്നറിനുള്ളത് എന്തെങ്കിലും വാങ്ങിച്ച് കൈ പിടിച്ചാൽ നല്ലതായിരുന്നല്ലോ. കാരണം നമ്മൾ ഹോട്ടലിൽ പോയി ലഗേജ് എടുത്ത് സ്ട്രെയിറ്റ് എയർപോർട്ടിന് പോവാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചാലും നമുക്കുള്ള ഓരോ ഓപ്ഷൻസേ വളരെ കുറവായിരുന്നു. കഴിച്ചില്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തിരിക്കണമല്ലോ. കാരണം ഇതൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ കഴിക്കില്ലെങ്കിലും അവിടെ ഒരു പ്രത്യേക ഒരു ഇൻ്റർനാഷണൽ വൈബ് ഉണ്ടായിരുന്നു, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ലൈവായിട്ടുള്ള ഷ്രിമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്ത് തരണതും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ല, അപ്പോഴേക്കും ഈവനിങ് ആയി. കയറിയോടത്ത് തന്നെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഹെർഷീസിൻ്റെ വലിയ ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി കുട്ടികൾക്ക് ഇഷ്ടമുള്ള 1-2 ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ വണ്ടി കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.